18ാമത്തെ ക്യൂ കോംപ്ലക്സിലെത്തി. 18ാമത്തെ ഷെഡ്. നമ്മളെ താഴെ കണ്ട അയ്യപ്പൻ റോഡ് അല്ലേ? ഈ മരക്കൂട്ടം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മരങ്ങൾ കൂടിയിരിക്കുന്നുണ്ടാണ്. പക്ഷെ ഇവിടെ മൊത്തം മരക്കൂട്ടമാണല്ലോ വന്ന് കയറുമ്പോൾ. ഈ സമയത്ത് ഇവിടുന്ന് തിരക്കാണ്, ഇവിടുന്ന് ക്യൂ ആയിരിക്കും. ഇവിടെയാണ് പ്രശ്നം, ഇവിടുന്ന് മേളിലോട്ട് കയറി ഇനി മുകളിലോട്ട്. ഇനി നമ്മൾ 1 കിലോമീറ്ററോളം നടക്കാനുണ്ടോ? പക്ഷെ ഇത്രയും നേരം ഇങ്ങനെ മരക്കൂട്ടം ഇല്ലായിരുന്നല്ലോ വഴിയിൽ. ഇതാണല്ലേ ഈ റോഡിന്റെ പേരെന്താണ്? സ്വാമി അയ്യപ്പൻ റോഡ്. ഒന്ന് നമ്മൾ കയറ്റം കയറി വന്നു, ഒന്ന് റോഡ് തിരിഞ്ഞു വന്നു. റോഡ് നേരെ വന്ന് ഇവിടെയാണ് വന്ന് കയറ്റം. നമ്മൾ കയറ്റം മൊത്തം കയറി കഴിഞ്ഞു. ഇനി കയറ്റം കയറാതെ നേരെ അതുകൊണ്ട് കയറ്റം കയറാതെ നേരെ ഇവിടെ വന്ന് കയറാം. ഓക്കെ, ഇതിന് അടിയിൽ കൂടെ വരും അല്ലേ? തിരക്കുള്ള സമയത്ത് ഇതിലാണ് ബ്ലോക്ക് ചെയ്ത്. അന്ന് ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. ഇവിടെ ഒരു മറ്റേ പണ്ട് ഇവിടെ മറ്റൊരു ഇത് വെച്ചിരുന്നു. ഇത് ചുറ്റാണ് ഇങ്ങനെ കയറിപ്പോയി. ഒരു പാലം പോലെ ചെയ്തിരുന്നു. ഇപ്പൊ ആ പാലത്തിനടുത്ത് കളഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ അല്ലേ? ഇവിടെ തറ കുഴിച്ചിട്ട് ഇതാണല്ലേ ആ റോഡ്? അവിടുന്ന് എടുത്തു ഇത് ദൂരം കുറവാണല്ലേ? കൂടുതലാണ്, കയറ്റമില്ല. ഈ ഡോളിയിൽ അതിലേയും കൊണ്ടുവരുമല്ലേ ആൾക്കാർ? കൂടുതലും അതുവഴി തന്നെ വരും. കാരണം കയറ്റം കുറവേണ്ടവർക്ക് ചുമക്കാൻ പാടായി. അങ്ങോട്ട് വിടും. എന്താണ് ഡോളി ഈ ചുമന്നുകൊണ്ട് വരൂലേ ആൾക്കാർ ഇവിടെ ഒന്ന് എന്ത് വെരിഫൈ ചെയ്യും? അവർ രജിസ്ട്രേഷൻ ഉള്ളവരാണോ, അവരെ ഡോളി ചുമന്ന് വരുന്ന ആൾക്കാർ, ലൈസൻസ് ഉള്ളവർക്ക് ചുമക്കാൻ പറ്റും. ഓ അത് ശരിയാ. അങ്ങോട്ട് വിടുള്ളൂ. ഇവിടെ കൊണ്ട് വെച്ചിട്ട് പേപ്പർ കാണിക്കണം. അവിടെ ഇനി സീസൺ ആകുമ്പോൾ ഇവിടെ നിറച്ച് കച്ചവടക്കാർ. പിന്നെ അവിടെ താഴെ പൈസ അടയ്ക്കുന്നത്. പക്ഷേ ഇവർ കൂടുതൽ പൈസ വാങ്ങണമെന്നൊക്കെ അറിയാനാണ് ചെക്ക് ചെയ്യണം. ഫിക്സഡ് റേറ്റ് ആണ് ദേവസ്വം ബോർഡ്. 3600 എന്താണ് ഒരു വാക്ക് ഒരു വശത്തോ ഡോളി പോകാൻ. പണ്ട് ഇവിടെ സീസൺ ആകുമ്പോൾ ഇവിടെ നിറച്ച് കച്ചവടക്കാരായിരുന്നു. പക്ഷെ ഇപ്പം ഈ കടക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പം ആ സീസണിൽ വഴിയോര കച്ചവടക്കാർ വരും അല്ലേ? അതും മറ്റേ ഈ ലക്ഷങ്ങൾ കൊടുത്താണ് ഓരോരുത്തർ താഴത്തെ കടയൊക്കെ എടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ഉണ്ട്. ഇവിടെ സന്നിധാനത്തൊക്കെ വലിയ കട ഷോപ്പുകളുണ്ട്. നല്ല പൈസയാണ് വാടക. സന്നിധാനത്തേക്ക് വന്നു പോകാൻ പെർമിഷൻ ഉള്ള ഒരേ ഒരു വണ്ടിയാണത്. ഇതുപോലത്തെ ട്രാക്ടറുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഉള്ളു കേട്ടോ. അതിലാണ് സന്നിധാനത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതിന് ഇത് കണക്ക് പ്രത്യേക റോഡ് ചെയ്തിട്ടുണ്ട്.